ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. അല്ല ചേച്ചി എന്തുപറ്റി പോയപ്പോ എന്നെ വിളിക്കായിരുന്നു? ബെസ്റ്റ്. ഇവിടുന്നേ പെട്ട് ചുമന്നുകൊണ്ട് പോണതിന് തുല്യമാണ് നിന്നെയും കൂട്ടിക്കൊണ്ട് പോയി കയറി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നീ ഫോണിന്റെ അകത്ത് കയറിയിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനെന്തിനാ എന്റെ ചെലവ് കൂട്ടണേ? മക്കള് പെട്ടെന്ന് ഇങ്ങ് വന്നല്ലോ. ആ മുമ്പേ സജിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒടുക്കത്തെ തിരക്ക്. കസിൻസും പിള്ളേരും വീട്ടുകാരും ബന്ധുക്കാരും നാട്ടുകാരും മൊത്തം ഉണ്ട് ആ വീട്ടില്. പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. കുറച്ച് നാട്ടുവിശേഷമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാധനം എടുത്തിങ്ങ് പോന്ന്. ഏത് സജി? എടാ സിദ്ധുവിന്റെ ഫ്രണ്ട് സജി. അങ്ങനെ വീട്ടിലാണോ പോയേ? അറിയാൻ പാടില്ല. എന്നിട്ട് വെറുതെ കയറി വരുവാ. നമുക്കെന്തര്, നമുക്ക് ഇവിടെ പെട്ടി കിട്ടിയാ പോരെ? കുലിക്കല്ലേ, ഡാമേജ് ആവും. അയ്യോ സോറി ചേച്ചി. ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളേ? ഇപ്പൊ തന്നെ അറിയണോ? വേണ്ട, അത് എന്നിട്ട് പൊട്ടിക്കാലോ ഇത്. അപ്പൊ അറിഞ്ഞാ മതി അല്ലേ ചേട്ടാ? പിന്നെ ഇപ്പൊ പൊട്ടിക്കൂല്ലേ നമ്മള്? ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പൊട്ടിച്ചാ പോരെ? മതി മതി. ഇന്നാള് സിദ്ധോളെ വിളിച്ചപ്പോഴേ ഒരു ഒട്ടകത്തിന്റെ കുഞ്ഞിനെ തന്നുവിടാന്ന് പറഞ്ഞായിരുന്നു. ഉണ്ട് ഉണ്ടോ? ഒട്ടക കുഞ്ഞൊന്നുമില്ല. തൽക്കാലം നീ ഒരു കോഴി കുഞ്ഞിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അയ്യോ, ഒരു കഴുത കുഞ്ഞുണ്ടായിരുന്നല്ലോ എവിടെ കുഴപ്പത്തിരിക്കണ? ആക്കല്ലേ. ലിച്ചു, സിദ്ധു എപ്പോ വരുവാന്ന് സജി ഏതാവത് சொன்னாളാ? ഞാൻ പറഞ്ഞില്ല ആന്റി, അവിടെ ഒരു പൂരത്തിനുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ സിദ്ധുവിന്റെ കാര്യം അത് ഞാൻ വിട്ടു. ഇനിയപ്പോ എപ്പോഴാന്ന് വെച്ചാ വരണമെങ്കിൽ വരട്ടെ. അതെന്നെ വരണേ വരട്ടെ, പോകാൻ പറയാം. സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറയണോ? ഓക്കെ, എപ്പോഴാന്ന് വെച്ചാ വരട്ടേന്നാ. ലിച്ചു, സിദ്ധുവെ பார்க்கணும்னு எனக்கு ரொம்ப ஆசையா இருக்கு. എന്റെ പൊന്നെ ആന്റി, നമുക്ക് ഈ വിഷയം ഇവിടെ വിടാം. സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. ഇപ്പൊ എന്തിനാണ് അതൊക്കെ വിട്ടെ? ഇവിടെ ഒരുത്തും കുറെ നേരം ഇത്രയും വെയിറ്റ് ഉള്ള ഒരു പെട്ടിയും പിടിച്ചോണ്ട് ഇപ്പൊ ഉണ്ട്. എന്റെ അടുത്ത് ഞാൻ പറയാം പെട്ടി അമ്മക്കാൻ. ഇല്ലല്ല, ഇങ്ങനെ നേരം ഞാൻ പിടിച്ചോളാം. ഞാൻ പിടിച്ചോളാം. സൂപ്പറായിട്ട് കൊണ്ടുപോല. എങ്ങാനും അതുമില്ല, എന്തെങ്കിലും സാധനം പൊട്ടിയ കേശു നിന്റെ വിധിയാണ്. അങ്ങനെയൊക്കെ പൊട്ടുവോ? സേഫ് പാത്ത് പോടാ. അതിനകത്ത് പൊട്ടുന്ന വല്ലതും ഉണ്ടോ? അതെനിക്ക് എങ്ങനെ അറിയാം? ചിലപ്പോ ഉണ്ടെങ്കിലോ? പിന്നെ എന്തിനാ നീ ഇങ്ങനെ അവനെ വരട്ടുന്നേ? അവനെ വരട്ടിയില്ലെങ്കിലേ അവൻ തലയിൽ കയറി തില്ലാനെ കളിക്കും, അതുകൊണ്ട്. തില്ലാനെ കളിച്ചു. ഇങ്ങോട്ട് നടക്കാനോ? ചേട്ടാ നോക്കിക്കൊണ്ടിരിക്കാതെ പെട്ടി പൊളി. പൊട്ടിക്കാൻ പോവല്ലേ? എന്താ എന്ത് കളിക്കാൻ പോണ്? പെട്ടി പൊട്ടിക്കാൻ പോണ്. പെട്ടി പൊട്ടിക്കാനാ? ആരോട് ചോദിച്ചിട്ട്? പൊട്ടിക്കണ്ടേ? പൊട്ടിക്കണ്ട. ആവശ്യമില്ല. ഇല്ല. അതെന്താ ചേച്ചി? അത് പിന്നെ പറയാം. നീയേ ഈ പെട്ടി അകത്തോണ്ട് വെച്ച്. അതുണ്ട് വെക്കാന് എന്ത് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, അത് വെക്കാലോ. ഞാൻ പിടിച്ചോളാം. അങ്ങോട്ടും ഇങ്ങോട്ട് പോണ്. അതുണ്ട് വെക്കാൻ പോണ. ആ അകത്തല്ല, ഈ അകത്ത്, എന്റെ റൂമില്. അല്ല, ആകത്തായാലും ഈ അകത്തായാലും എല്ലാ അകത്തല്ലേ? കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട, പറയണങ്ങ് ചെയ്താ മതി. അപ്പൊ അപ്പുറത്തെ റൂമിൽ കൊണ്ട് വെക്കേനെ? ആ, ലച്ചുവിന്റെ മുറിയില്. ലച്ചുവിന്റെ മുറിയാ? ആ. ചേച്ചി പിന്നെ പെട്ടി പൊട്ടിക്കണ്ടേ? എന്ത് പെട്ടി പൊട്ടിക്കണ്ടേന്ന്? അതൊക്കെ മോശമല്ലേ പാറു? പെട്ടി പൊട്ടിക്കുന്നതിന് എന്ത് മോശം? അത് ശരി, കുഴിപ്പളത്തേക്ക് വേണ്ടി തന്നു വിട്ട പെട്ടി അത് നമ്മൾ പൊട്ടിക്കുന്ന മോശമല്ലേ? ആണോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.